അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രതിരോധ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സമായോജന തന്ത്രങ്ങൾ. സമായോജന തന്ത്രങ്ങൾ പൊതുവെ ഉപയോഗപ്പെടുത്തുന്നത് ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ വേണ്ടിയാണ്. അടുത്ത ചോദ്യം, യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്ന തന്ത്രം ഏത് സമായോജന തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നു? ആൻസർ, നിഷേധം. നിഷേധത്തിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത്, ഇഷ്ടമില്ലാത്ത കണ്ടില്ലെന്ന് നടിക്കുക, അല്ലെങ്കിൽ വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക. ഇതെല്ലാം നിഷേധത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും ഒക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ ദമനം അല്ലെങ്കിൽ റിപ്രഷൻ. ദമനം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു തന്ത്രമാണ്. ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ പൂഴ്ത്തിവെക്കുന്നത് മൂലം പല മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി തൻ്റെ ബലഹീനതകൾ, പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയുടെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. ഇത് ഏത് സമായോജന തന്ത്രത്തിൽ ഉൾപ്പെടുന്നു? യുക്തീകരണം. ഇതൊരു സർവ്വസാധാരണമായ സമായോജന തന്ത്രമാണ്. ഇതിലൂടെ വ്യക്തി തൻ്റെ ബലഹീനതകളും പരാജയങ്ങളും കഴിവുകേടുകളെല്ലാം ഒരു തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പുളിക്കുന്ന മുന്തിരിങ്ങ, മധുരിക്കുന്ന നാരങ്ങ തുടങ്ങിയ ശൈലികൾ ഏതു തരം സമായോജന തന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്? ആൻസർ, യുക്തീകരണം. യുക്തീകരണം എന്താണ് നമ്മൾ ആദ്യം നോക്കിയിരുന്നു. ഒരു വ്യക്തി തൻ്റെ ബലഹീനതകളും പരാജയങ്ങളും കഴിവുകേടുകളൊക്കെ ഒരു തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. ഇതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സമൂഹത്തിന് അസ്വീകാര്യമായതോ നടക്കാതെ പോയതോ ആയ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന നിരാശ മറികടക്കാൻ സാമൂഹിക അംഗീകാരമുള്ള മാർഗങ്ങളിൽ കർമ്മനിരതനാകുന്ന പ്രക്രിയ. ആൻസർ ഏതാണ്? ഉദാത്തീകരണം. ഉദാത്തീകരണത്തിന് ഉദാഹരണം നോക്കിയാൽ, മക്കളില്ലാത്ത ധനാഢ്യൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തൻ്റെ ദുഃഖം മറക്കാൻ ശ്രമിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠനകാര്യത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ അഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന സമായോജന തന്ത്രം അനുപൂരണം. അനുപൂരണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രത്തെയാണ് അനുപൂരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി പഠനകാര്യങ്ങളിൽ അവന് മാർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു? അവൻ്റെ ആ കഴിവ് കായിക പ്രവർത്തനങ്ങളിലൂടെ ചെയ്ത് കാണിക്കുന്നു. അടുത്ത ചോദ്യം, ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന സമായോജന തന്ത്രം പ്രക്ഷേപണം. ഉദാഹരണം നോക്കിയാൽ, പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരു കുട്ടി പരാജയത്തിൻ്റെ കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നുവെന്നോ അല്ലെങ്കിൽ മോശപ്പെട്ട അധ്യയനത്തിലാണെന്നോ ഒക്കെ പറഞ്ഞ് മാറ്റി പറയുന്നു. ഈ കാരണമെല്ലാം ഏത് സമായോജന തന്ത്രത്തിൽപ്പെടുന്നു? പ്രക്ഷേപണത്തിൽ വരുന്നതാണ്. ഇതെല്ലാം ഒരു നിരാശാബോധത്തിൽ നിന്ന് സ്വയം മോചിതനാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇതെന്ന് പറയുന്നത് പ്രക്ഷേപണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു വ്യക്തി തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഭാഗഭാക്കാവുന്ന പ്രക്രിയ താദാത്മീകരണം. നമ്മൾ ആദ്യം നോക്കിയത് ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രക്ഷേപണമാണെങ്കിൽ ഒരു വ്യക്തി തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും എന്ത് ചെയ്യുന്നു? ഭാഗഭാക്കാവുന്ന പ്രക്രിയ. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? താദാത്മീകരണത്തിന് ഉദാഹരണമാണ്.
ഉദാഹരണം നോക്കിയാൽ കായിക രംഗത്ത് വേണ്ടത്ര നിപുണതയില്ലാത്ത ആളുകളൊക്കെ പ്രശസ്തരായ കായിക താരങ്ങളുടെ പേരിൽ അഭിമാനിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നു. അതേപോലെ സിനിമാ താരങ്ങളുടെ പേരുള്ള ഫാൻസ് അസോസിയേഷൻ എല്ലാം ഏതൊരു ഉദാഹരണമാണ്? താദാത്മീകരണത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, മുതിർന്ന ബാലൻ മാതാപിതാക്കളുടെ ശ്രദ്ധ നേടാനായി ശിശുവിനെ പോലെ പെരുമാറുന്നത് ഏത് സമായോജന തന്ത്രത്തിൽ ഉൾപ്പെടുന്നു? പ്രതിഗമനം അല്ലെങ്കിൽ പാശ്ചാത്ഗമനം. പ്രതിഗമനം അല്ലെങ്കിൽ പാശ്ചാത്ഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയെയാണ് പാശ്ചാത്ഗമനം അല്ലെങ്കിൽ പ്രതിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മുതിർന്ന കുട്ടി എന്തായിട്ട് പെരുമാറുന്നു? ഒരു ചെറിയ കുട്ടിയുടേതുപോലെ പെരുമാറുന്നു. അപ്പോൾ അവൻ അവൻ്റെ ചെറിയ നാളുകളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന സമായോജന തന്ത്രം. ആക്രമണം. ഈ സമായോജന തന്ത്രം രണ്ട് രീതിയിലുണ്ട്, പ്രത്യക്ഷമായിട്ടുള്ളതും പരോക്ഷമായിട്ടുള്ളത്. ഉദാഹരണം നോക്കിയാൽ ഒരു കുട്ടിയെ കളിയാക്കി അല്ലെങ്കിൽ അവഹേളിച്ച ഒരു സഹപാഠിയെ ആ കുട്ടി ആക്രമിക്കുന്നു. അത് ഏതിന് ഉദാഹരണമാണ്? പ്രത്യക്ഷ ആക്രമണത്തിന് ഉദാഹരണമാണ്. അതേപോലെ അച്ഛൻ പഠിക്കാത്തതിന് വഴക്ക് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യുന്നു? അവൻ ആ ഗ്ലാസ്, അവൻ്റെ അടുത്തൊരു ഗ്ലാസ് ഇരിപ്പുണ്ട്, അത് എറിഞ്ഞുടച്ചു. അത് ഏതിന് ഉദാഹരണമാണ്? പരോക്ഷ ആക്രമണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ നോക്കിയ ഈ 3 പോയിന്റുകളും ഏതിന് ഉദാഹരണമാണ്? സമായോജന ക്രിയാതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. ഏതൊക്കെയായിരുന്നു നോക്കിയ പോയിന്റ്? നിഷേധം, ദമനം, യുക്തീകരണം, ഉദാത്തീകരണം, അനുപൂരണം, പ്രക്ഷേപണം, താദാത്മീകരണം, പാശ്ചാത്ഗമനം, ആക്രമണം. ഇത്രയും 9 പോയിന്റുകളാണ് ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്